എന്താ ഇത്? എന്താ ഇവിടെ വല്ലതൊക്കെ നടക്കും. ഒരു കളറുണ്ടോ? ആര്യന് ക്യാപ്റ്റൻസി ടാസ്ക് കളിക്കേണ്ടത് ആര്യന് ഇമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ടാണ്. ശനി വരുന്നത് ഈ വഴിക്ക് തന്നെ. അനുമോൾ ആര്യനെ പരിഹസിച്ചുകൊണ്ടാണ് പറയുന്നത്. എല്ലില്ലാത്ത നാക്കല്ലേ, ആർക്ക് എന്താ പറഞ്ഞുകൂടാത്തത്? ആ കാര്യം ആര്യന്റെ ഉദ്ദേശം ഇമ്മ്യൂണിറ്റി ആണെന്ന് പറയുമ്പോൾ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് അതിനെന്താ കുഴപ്പം, ഇമ്മ്യൂണിറ്റി കിട്ടുന്നതിന് എന്താ കുഴപ്പം എന്ന് ചോദിക്കുമ്പോൾ അതെന്താണ് എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് ലാലേട്ടൻ ഇങ്ങനെ ആവർത്തിച്ച് അനുമോളോട് ചോദിക്കുന്നു. ആക്കല്ലേ എല്ലാം കൂടെ എനിക്കിട്ട് പണിയാൻ നോക്കിയാലേ മനസ്സിരിക്കത്തേ ഉള്ളൂ. അത് അനുമോൾ എനിക്കത് മനസ്സിലാക്കി തരൂ. അനുമോൾ വീണ്ടും എന്തൊക്കെയോ പറയുന്നു. ഞാൻ ആകെ അപ്സെറ്റ് ആയി. ലാലേട്ടൻ വീണ്ടും പറഞ്ഞു ഇത് എന്താണ് അനുമോൾ പറയുന്നത്, എനിക്കിത് മനസ്സിലാവുന്നില്ലല്ലോ, നിങ്ങൾ എനിക്കിതൊന്ന് മനസ്സിലാക്കി തരൂ. പെൺകുട്ടികളോടൊക്കെ മാന്യമായിട്ട് പെരുമാറാൻ ശീലിച്ചിട്ടില്ലല്ലേ. അങ്ങനെ ഓരോരുത്തരോട് ചോദിക്കുന്ന സമയത്തും അവരെല്ലാരും ഈ കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷെ അവരാരും തന്നെ എന്താണ് അനുമോൾ ഉദ്ദേശിച്ചത് എന്നോ പറയുന്നില്ല. അതിന് ഒരു ബുദ്ധി വേണം, അതിവനില്ല. ആക്ച്വലി ലാലേട്ടൻ ആവർത്തിച്ചത് ചോദിച്ചത് ഭയങ്കര മനോഹരമായിട്ടുള്ള ഒരു മറുപടി ഇവരിൽ നിന്ന് പ്രതീക്ഷിച്ചുകൊണ്ടായിരിക്കാം. വിദ്യാഭ്യാസം ഉണ്ടായതുകൊണ്ടൊന്നും ഒരു പ്രയോജനം ഇല്ലെന്ന് ഇപ്പൊ എനിക്ക് മനസ്സിലായി. തലയ്ക്കകത്ത് ആൾതാമസം വേണം. ആര്യൻ എന്ന് പറയുന്ന മത്സരാർത്ഥിക്ക് ക്യാപ്റ്റൻ ആകേണ്ട, പകരം ഇമ്മ്യൂണിറ്റി കിട്ടിയാൽ മതി എന്ന് പറയുന്ന ഒരു കാര്യമാണ് പറയാൻ ഉദ്ദേശിച്ചത്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ആദ്യം എനിക്കൊന്നും മനസ്സിലായില്ല അമ്മച്ചി, ഇപ്പോഴല്ലേ പിടി കിട്ടിയത്. ഇനി എല്ലാ കാര്യങ്ങളും തുളസി എണ്ണം പറഞ്ഞു തരും. അതായത് രണ്ട് രീതിയിൽ ഒരാൾക്ക് ക്യാപ്റ്റൻസി ടാസ്കിനെ സമീപിക്കാം. തനിക്ക് ക്യാപ്റ്റൻ ആവണം, തനിക്ക് ക്യാപ്റ്റൻ ആവുന്നതിലൂടെ ഈ ഹൗസിനെ നിയന്ത്രിക്കാനും ഈ ഹൗസിനെ മനോഹരമായ രീതിയിൽ മുന്നോട്ട് ചലിപ്പിക്കാനും എനിക്ക് കിട്ടുന്ന അവസരത്തെ ഏറ്റവും മികച്ച രീതിയിൽ വിനിയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള എന്റെ ആഗ്രഹം കൊണ്ട് എനിക്ക് ക്യാപ്റ്റൻ ആകണം. രണ്ട്, എനിക്ക് ഇമ്മ്യൂണിറ്റിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ക്യാപ്റ്റൻ ആവണം. അതൊരു സ്വാർത്ഥത കൂടിയാണ്, അതൊരു സ്വന്തം താല്പര്യം കൂടിയാണ്. അപ്പൊ ഈ രീതിയിൽ ഒരു കമ്മ്യൂണിക്കേഷൻ കൊടുത്തിരുന്നെങ്കിൽ സമൂഹത്തിന് കൂടി കൊടുക്കാവുന്ന ഒരു വലിയ മെസ്സേജ് ആയിരുന്നു അത്. കാര്യം ഒരാൾ സ്ഥാനത്തേക്ക് പോകുന്നത് അയാൾക്ക് വേണ്ടിയാകരുത്. ഒരാൾ സ്ഥാനത്തിലേക്ക് എത്തുന്നത് അയാൾക്ക് ലഭിക്കുന്ന സ്ഥാനം സമൂഹത്തിന് പ്രയോജനപ്പെടുത്തുന്ന രീതിയിൽ ഏറ്റവും മികച്ച രീതിയിൽ പ്രയോജനപ്പെടുത്താൻ കഴിയാവുന്ന ഒരുവൻ അർഹമായ സ്ഥാനത്തിലേക്ക് എത്തുമ്പോൾ അത് സമൂഹത്തിന് പ്രയോജനമാണ് എന്ന ഒരു വലിയ കമ്മ്യൂണിക്കേഷൻ കൊടുക്കാൻ പറ്റുന്ന ഒരു അവസരമായിരുന്നു ബിഗ് ബോസിലെ മത്സരാർത്ഥികൾ നശിപ്പിച്ചു കളഞ്ഞത്. ഉപ്പിട്ടൊരു സർവത്തും രണ്ടളം പോകുമ്പോഴോ കിട്ടുമോ? ഒരാൾക്ക് പോലും കൃത്യമായ രീതിയിൽ പ്രേക്ഷകരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല. ലാലേട്ടൻ ആവർത്തിച്ച് എനിക്കിത് മനസ്സിലായില്ല എന്ന് പറയുന്ന സമയത്തും മനസ്സിലായില്ല എന്താണ് അനുമോൾ ഉദ്ദേശിച്ചതെന്ന് പറയാൻ അനുമോൾക്കോ എന്താണ് അനുമോൾ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ ആ ഹൗസിലെ മറ്റ് മത്സരാർത്ഥികൾക്കോ കഴിഞ്ഞിരുന്നില്ല. നല്ല തങ്കപ്പെട്ട മനുഷ്യനാണ് കേട്ടോ. അനീതി എവിടെ കണ്ടാലും അപ്പൊ എതിർക്കും. അത് എതിർക്കില്ലല്ലോ. ആക്ച്വലി അനുമോൾ ഉദ്ദേശിച്ചതാണ് ഹൗസിൽ ക്യാപ്റ്റൻ ആകുക എന്നതിനേക്കാളും സ്വന്തം താല്പര്യം സംരക്ഷിച്ച് സ്വന്തം നിലനിൽപ്പിന് വേണ്ടി നിൽക്കുക എന്നതായിരുന്നു ആര്യൻ ചിന്തിച്ചത്. ഇത് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്തത്.